നമസ്കാരം. ഇറാൻ ഇസ്രയേൽ അമേരിക്കൻ സംഘർഷം അയവില്ലാതെ തുടരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ്. ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇറ്റാമർ ബെൻ ഗീറിലെ ദേശീയ സുരക്ഷാ മന്ത്രിയും നെതന്യാഹുവിന്റെ സഹോദരനുമായ ഇഗ്ദോ നെതന്യാഹു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രചരണങ്ങളും മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഇത് സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് തകർന്നു വീഴുന്ന മിസൈലുകളുടെ വീഡിയോ പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. ഇസ്രായേലിനുള്ളിൽ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നും എന്നാൽ മാധ്യമ സെൻസർഷിപ്പ് കാരണം വാർത്തകൾ പുറത്തു വരുന്നില്ല എന്നാണ് ചിലർ ആരോപിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇറാൻ അനുകൂല മാധ്യമങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. നെതന്യാഹു കുറച്ചു ദിവസമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തത് ചൂണ്ടിക്കാട്ടിയാണ് നെതന്യാഹു കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 3 ദിവസമായി നെതന്യാഹുവിന്റെ വീഡിയോകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. 4 ദിവസമായി പുതിയ ചിത്രങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. എന്തായാലും നേരത്തെ എല്ലാ ദിവസവും ഒന്നിലധികം വീഡിയോകളാണ് അദ്ദേഹം പുറത്തുവിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രസ്താവനകൾ മാത്രമാണ് പുറത്തെത്തുന്നതും. നെതന്യാഹുവിന്റെ വീടിന് ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചതും നേരത്തെ നിശ്ചയിച്ചിരുന്ന ചില അന്താരാഷ്ട്ര പ്രതിനിധികളുടെ സന്ദർശനം റദ്ദാക്കിയതുമെല്ലാം സംശയങ്ങളുടെ ആക്കം വർദ്ധിപ്പിക്കുകയാണ്. ഇസ്രായേൽ ഉദ്യോഗസ്ഥരും വാർത്താ ഏജൻസികളും പ്രചരിപ്പിക്കുന്ന വാർത്തകൾ നിഷേധിച്ചിട്ടുണ്ട്. വെറും വ്യാജ വാർത്തയാണ് എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. ബെയ്ത്ത് ഷെമേമിലെ മിസൈൽ ആക്രമണം നടന്ന സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയും പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 2 ദിവസമായി പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വരാത്തത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങൾ പലതും രേഖാമൂലം മാത്രമാണ് എത്തിയത്. എന്നാൽ ഇസ്രായേൽ സന്ദർശനത്തിനെത്തിയ US പ്രതിനിധികളുമായുള്ള നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ച റദ്ദാക്കിയത് അഭ്യൂഹങ്ങൾ വീണ്ടും കൂട്ടുകയാണ്. ഈ കൂടിക്കാഴ്ച റദ്ദാക്കിയത് നെതന്യാഹുവിന്റെ മരണവാർത്ത ശരിവെക്കുന്നതാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി ഉയരുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നെതന്യാഹുവുമായി സംസാരിച്ചപ്പോൾ ആ സംഭാഷണം നടന്ന തീയതി വരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ രീതിയിലടക്കം അഭ്യൂഹങ്ങൾക്ക് ബലമേകുന്ന തരത്തിലുള്ള വാദങ്ങളും കൂടുതൽ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ വാദങ്ങളെയെല്ലാം ഇസ്രായേൽ പരിഹസിച്ച് തള്ളുകയാണ്. നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുമാണ്